Just starting my day here, and we decided to have a Kerala style breakfast before I headed into my daily goals. സോ അതുകൊണ്ട് തന്നെ നോർമൽ ടൈമിനേക്കാളും കുറച്ചുകൂടി നേരത്തെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു അത്. സെയിം ടൈം നമുക്കൊരു 8 o'clock ആകുമ്പോഴത്തേക്കും ഓഫീസിൽ പഞ്ചിങ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തത് കൊണ്ടും ഓഫീസിന് അടുത്തുള്ളൊരു ടീ ഷോപ്പ് തന്നെയാട്ടോ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചൂസ് ചെയ്തത്. ആൻഡ് ലക്ലി ഇറ്റ് ടേൺ ഔട്ട് ബി എ റെയിനി ഡേ. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴ തന്നെയാണ് കേട്ടോ. ഇന്നത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ കാരണം മഴയും കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ ഇന്നിപ്പോ അന്നത്തെ പുട്ടും കടലെല്ലാം മാറ്റി വെച്ചിട്ട് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചൂസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഡിഫറെന്റ് ആയിട്ട് എന്ത് ചൂസ് ചെയ്യും എന്നുള്ളതിന്റെ ഡിസ്കഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ പൂരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അന്ന് നമ്മൾ പുട്ടും കടലയും കഴിച്ച ആ സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. അവിടുത്തെ എല്ലാ ഡിഷസും മെയിൻലി ബ്രേക്ക്ഫാസ്റ്റുകളെല്ലാം നല്ല അടിപൊളിയാണ്. അപ്പൊ കഴിഞ്ഞ വട്ടത്തെ നമ്മുടെ വൈറൽ വീഡിയോയിലുള്ള പുട്ട് കടലയ്ക്ക് ശേഷമുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ ഇത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴാണ് തൊട്ടു മുന്നിൽ തന്നെ മൾബറിയുടെ ഒരു പ്ലാന്റ് കാണുന്നത്. അതെല്ലാം നമ്മൾ കുറച്ച് നേരം കണ്ടു നിന്ന് ആസ്വദിച്ച് പിന്നെ നമ്മൾ നേരെ നമ്മൾ ഓഫീസിലേക്ക് പോയിട്ടോ. എനിവേ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.